അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കരുത്തുറ്റ സംഘത്തെ തന്നെയാണ് 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഉൾപ്പെട്ട ടീമിനെ ശുഭ്മാൻ ഗിൽ നയിക്കുമ്പോൾ ശ്രേയസ് അയ്യരാണ് വൈസ് ക്യാപ്റ്റൻ. സീനിയർ സ്പിൻ ഓൾറൗണ്ടറായ രവീന്ദ്ര ജഡേജ ഒഴിവാക്കപ്പെട്ടപ്പോൾ അക്ഷർ പട്ടേലിനും ജസ്പ്രീത് ബുംറയ്ക്കും മുഹമ്മദ് സിറാജിനും വിശ്രമം അനുവദിച്ചു. ഇന്ത്യയുടെ ഏകദിന ടീമിൽ നിന്ന് ഋഷഭ് പന്ത് പുറത്താകുമ്പോൾ പകരക്കാരൻ റോളിൽ സഞ്ജു സാംസൺ എത്തുമെന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഇഷാൻ കിഷാനാണ് ഇന്ത്യ ഏകദിന ടീമിലേക്ക് വിളി നൽകിയത്. എന്തുകൊണ്ടാണ് ഇന്ത്യ സഞ്ജു സാംസണ് ഏകദിന ടീമിൽ അവസരം നൽകാത്തതെന്ന ചോദ്യം പ്രസക്തമാണ്. 56 ശരാശരി ഏകദിനത്തിലുണ്ടായിട്ടും സഞ്ജുവിന് അവസരമില്ല. മലയാളി താരം തഴയപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇന്ത്യ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ റോളിൽ ഇടംകയ്യൻ ബാറ്റ്സ്മാനെയാണ് നോക്കുന്നത്. വലംകയ്യൻ ബാറ്റ്സ്മാനായ KL രാഹുലാണ് നിലവിലെ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പർ. ബാക്കപ്പായ ഋഷഭ് പന്തിനെ ഒഴിവാക്കിയപ്പോൾ ആ റോളിൽ ഇടംകയ്യൻ ബാറ്റ്സ്മാൻ വേണമെന്നാണ് ടീം മാനേജ്മെന്റിന്റെ നിലപാട്. മധ്യനിരയിൽ ഇടതുവലത് കൂട്ടുകെട്ട് നിലനിർത്താൻ ഇടംകയ്യൻ വേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിലവിലെ ഇന്ത്യൻ ടീമിൽ ടോപ്പ് 5 ബാറ്റ്സ്മാൻമാരും വലംകയ്യന്മാരാണ്. ഈ സാഹചര്യത്തിൽ ഇടംകയ്യൻ താരത്തിന് മധ്യനിരയിൽ നിർണായക റോളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇഷാന് സഞ്ജുവിനേക്കാളും മുൻതൂക്കം സെലക്ടർമാർ നൽകിയത്. ഇഷാൻ പ്ലേയിങ് ലെവലിലേക്ക് എത്താൻ സാധ്യത കുറവാണ്. അങ്ങനെ വന്നാൽ വാഷിംഗ്ടൺ സുന്ദറിനെ ഇന്ത്യ മധ്യനിരയിൽ കളിപ്പിക്കും. സഞ്ജുവിനെ ടീമിലെടുക്കുന്നതിനോട് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് വിയോജിപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. 2020-ൽ ഗില്ലിന്റെ ഓപ്പണർ സ്ഥാനത്ത് ഇപ്പോൾ സഞ്ജുവാണ് കളിക്കുന്നത്. ഗില്ലും സഞ്ജുവും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല ബന്ധത്തിലല്ലെന്നാണ് റിപ്പോർട്ടുകൾ. 2020 ലോകകപ്പ് നേട്ടത്തിൽ ഗിൽ ഇന്ത്യൻ ടീമിന്റെ ചിത്രം പങ്കുവച്ചപ്പോൾ അതിൽ സഞ്ജു സാംസന്റെ ചിത്രം ഇല്ലായിരുന്നു. ഇഷാനും ഗില്ലും അടുത്ത സുഹൃത്തുക്കളാണെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റന്റെ പിന്തുണ ഇഷാന് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. മൂന്നാമത്തെ കാര്യം, സഞ്ജുവിന്റെ സ്ഥിരത തന്നെയാണ്. ഏകദിന ലോകകപ്പിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കാൻ ഇനിയും സാധ്യതയുണ്ട്. മികച്ച കണക്കുകൾ അവകാശപ്പെടാൻ സാധിക്കുമ്പോഴും സഞ്ജുവിന്റെ സ്ഥിരത പ്രശ്നമാണെന്ന് തന്നെ പറയാം. ഇപ്പോൾ 2020 ഫോർമാറ്റിൽ മികച്ച പ്രകടനം സഞ്ജു നടത്തുന്നുണ്ട്. 2020 ടീമിന്റെ നായകനായി സഞ്ജു വരാനും സാധ്യതയുണ്ട്. 2020-ൽ ശ്രദ്ധ നൽകി കളിക്കുന്ന സഞ്ജുവിന് ഇപ്പോൾ ഏകദിനത്തിലേക്കും അവസരം നൽകി താരത്തിന്റെ ജോലിഭാരം ഉയർത്തേണ്ട എന്ന നിലപാടാവും ടീം മാനേജ്മെന്റ് ഉണ്ടാവുക. എന്തായാലും സഞ്ജുവിനെ ഏകദിന ലോകകപ്പിലേക്ക് പരിഗണിക്കുമെന്ന പ്രതീക്ഷ ഇപ്പോഴും ആരാധകർക്കുണ്ട്. ഏകദിനത്തിൽ 56 ശരാശരിയും സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി നേടിയിട്ടുള്ള സഞ്ജുവിന് വൈകാതെ ഏകദിന ടീമിലേക്ക് മടങ്ങിവരാൻ സാധിക്കും തന്നെ കരുതാം. അതേസമയം ഇന്ത്യൻ ടീമിൽ യുവതാരങ്ങളായ പ്രിൻസ് യാദവ്, ഗുർനൂർ ബ്രാർ, ഹർഷ് ദുബെ എന്നിവർ ഇടം പിടിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് മത്സരത്തിനുള്ള ടീമിനെയും BCCI പ്രഖ്യാപിച്ചു. ഗിൽ നയിക്കുന്ന ടീമിൽ KL രാഹുൽ വൈസ് ക്യാപ്റ്റനാണ്. ഋഷഭ് പന്തായിരുന്നു ഇന്ത്യയുടെ ടെസ്റ്റ് വൈസ് ക്യാപ്റ്റൻ. കർണാടകയ്ക്ക് വേണ്ടി കളിക്കുന്ന മലയാളി താരം ദേവത്ത് പടിക്കൽ ടെസ്റ്റ് ടീമിലുണ്ട്. പേസർ മുഹമ്മദ് ഷമിയെ 2 ടീമുകളിലേക്കും പരിഗണിച്ചിട്ടില്ല. മുഹമ്മദ് ഷമിയെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് സെലക്ഷൻ കമ്മിറ്റി തലവൻ അജിത് കാക്കർ പ്രതികരിച്ചത്. ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയ്ക്ക് ടെസ്റ്റ് ടീമിൽ വിശ്രമം അനുവദിച്ചു. ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീം: ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ വൈസ് ക്യാപ്റ്റൻ, KL രാഹുൽ, ഇഷാൻ കിഷൻ, ഹാർദിക് പാണ്ഡ്യ, നിതീഷ് കുമാർ റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, അർഷ്ദീപ് സിംഗ്, പ്രസിദ്ധ് കൃഷ്ണ, പ്രിൻസ് യാദവ്, ഗുർനൂർ ബ്രാർ, ഹർഷ് ദുബെ.